വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കാം. 3.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതുപോലെ കുതിർത്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഈ അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനായി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ ചേർക്കുന്ന അരിയേക്കാളും 3-4 ഇരട്ടി കൂടുതൽ വെള്ളം വേണം ഇതിനു വേണ്ടി വെക്കാൻ. വെള്ളം കുറഞ്ഞു പോയാൽ നമ്മുടെ ചോറ് വല്ലാണ്ട് കുഴഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ വെള്ളം വെക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരി റെഡിയാവും. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വേണ്ടി വെക്കാം. ഇതിലെ വെള്ളം വാർന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റണം. ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നെങ്കിലും ഈ റൈസ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അത്രയും തണുത്തിട്ടായിരിക്കണം ഇതുണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പരന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ മുട്ട 3 എണ്ണവും നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മുട്ട നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട മുഴുവൻ ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സെസ്മി ഓയിൽ അഥവാ നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർക്കാം. ഈ സമയത്തൊക്കെ ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിതിൽ ബീൻസും മറ്റുള്ള വെജിറ്റബിൾസൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഓണിയൻ കയ്യിലില്ലെങ്കിൽ സാധാരണ ഉള്ളി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അജിനോമോട്ടോ ഒന്നും ചേർക്കാതെയാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പ്രിംഗ് ഓണിയൻ കൂടുതൽ ചേർക്കുന്നത്. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഇത് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമ്മൾ സോയാ സോസ് ഒഴിക്കുന്ന സമയത്ത് അതിലും ഉപ്പുണ്ടാവും. അതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. ഞാൻ ചേർക്കാറില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സിർക്ക അതായത് വിനെഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ റൈസും വെജിറ്റബിൾസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് നന്നായിട്ട് തണുത്തതുകൊണ്ട് നമുക്കിത് ഒട്ടും പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കാൻ പറയുന്നത്. ചൂടോട് കൂടിയാണെങ്കിൽ ഇത് മൊത്തം പൊടിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. ചില്ലി ചിക്കൻ്റെയോ 65ൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്